നേരെ വന്നെതിർത്തെന്നാലും എന്റെ യാത്ര മധ്യേ എന്തു നേരിട്ടാലും, ശത്രു നേരെ വന്നെതിർത്തെന്നാലും എന്റെ യാത്ര മധ്യേ എന്തു നേരിട്ടാലും, കർത്താവിൽ ഞാൻ ചാരി തന്മുഖത്തെ നോക്കി യാത്ര ചെയ്യും ക്രൂശെടുത്തി പാരിൽ. കർത്താവിൽ ഞാൻ ചാരി തന്മുഖത്തെ നോക്കി യാത്ര ചെയ്യും ക്രൂശെടുത്തി പാരിൽ. കർത്താവിനായി പാരിലെന്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി, പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പി ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിന് 18-19 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചിലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയുള്ളത് ചിന്തിക്കുന്നു. 17-ാം അധ്യായത്തിൽ പൗലോസ് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുശേഷം അങ്ങനെ നടക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് കാണിച്ച മാതൃക പ്രകാരം, ക്രിസ്തുവിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പൗലോസ് മുൻപ് ഫിലിപ്പിനോട് പറഞ്ഞ ഒരു കാര്യം, ഒരു കൂട്ടം നടപ്പിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ, ഇവിടെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ സാധാരണയായി നിങ്ങളോട് പറഞ്ഞതുപോലെ എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. പൗലോസ് സാധാരണയായിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം എന്താണ് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിന് മാതൃകയാക്കി ഒരു കൂട്ടർ നടക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടര് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് നടക്കുന്നതിൽ പൗലോസിനുള്ള ദുഃഖം, അഗാധമായ സങ്കടം, ഭാരം, പ്രയാസം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും ക്രിസ്തുവിൻ്റെ ക്രൂശിന് അനുകൂലമായി നടക്കുമ്പോൾ, അങ്ങനെയല്ലാതെ അതിന് വിപരീതമായി, പ്രതികൂലമായി, എതിരായി നടക്കുന്ന ആളുകളെ കാണുന്നത് പൗലോസിന് ദുഃഖകരമായ കാര്യമാണ്. പൗലോസ് അങ്ങനെ ദുഃഖിക്കുവാനുള്ള കാരണം, അവർ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നത് കൊണ്ട് അവർക്ക് വരാൻ പോകുന്ന നാശം, അവരുടെ അവസാനം നാശമാണല്ലോ എന്നുള്ള ദുഃഖം പൗലോസിനെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുമ്പോൾ അത് ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതാണ് എന്നുള്ളത് പൗലോസിനെ കരയിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം കാണുമ്പോൾ ആ മഹത്വമായ ക്രൂശിനെ ഉപേക്ഷിക്കുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഭാരപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ ആരായിരിക്കാം ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നത്? 2 കൂട്ടരെ കുറിച്ച് കാണാൻ സാധിക്കും. ഒന്ന് യഹൂദ മതാനുസാരികളായ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ യഹൂദ മതത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രം പോരാ, യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കണം എന്ന് പഠിപ്പിക്കുന്നതായ യഹൂദ മതാനുസാരികളായ വിശ്വാസികൾ, അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് സമീപത്തോടെ ശത്രുക്കളായിട്ട് നടക്കുകയാണ്. കാരണം പൗലോസ് പറയുന്നത്, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ സമ്പൂർണമായ പാപമോചനവും രക്ഷയും സാധിക്കുമ്പോൾ
അതുമാത്രം പോരാ എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ ക്രൂസിനുള്ള എതിരാണ്, ശത്രുതയാണ് എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു കൂട്ടരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും, നാമതേ ക്രൈസ്തവരായ വിശ്വാസികൾ. അഥവാ ക്രിസ്തീയ സഭയിലുണ്ട്, ക്രിസ്തീയ വിശ്വാസങ്ങളൊക്കെ അറിയാമെങ്കിലും യേശുക്രിസ്തുവിനെതിരോ യേശുക്രിസ്തു പറയുന്ന ആശയങ്ങൾക്കെതിരോ അല്ല, പിന്നെയോ കർത്താവ് നൽകുന്നതായ ആ നീതീകരണം, കർത്താവ് നൽകുന്ന ശുദ്ധീകരണം, കർത്താവ് നൽകുന്ന പോകുന്ന തേജസ്കരണം, ഇതൊന്നും നേടാതെ പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ആളുകൾ, അഥവാ ക്രിസ്തു ക്രൂശിലൂടെ ദൈവത്തോട് നിരപ്പിച്ച നിരപ്പിലേക്ക് വരാതെ, ക്രിസ്തു ക്രൂശിലൂടെ സാധിപ്പിച്ച വീണ്ടെടുപ്പ് പ്രാപിക്കാതെ, ക്രിസ്തു ക്രൂശിലൂടെ നേടിയ രക്ഷ നേടാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസിന് ദുഃഖമാണ്. സഭയിൽ അങ്ങനെയുള്ള ആളുകളും കടന്നുകൂടിയിരുന്നു. ദുരുപദേഷ്ടാക്കന്മാരായ ആളുകൾ പൗലോസ് എഫേസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിൽ വിളിച്ച്, ഞാൻ പോയതിന് ശേഷം കുടിയ ചെന്നായ്ക്കൾ സഭയിൽ കടക്കും എന്നുള്ള വലിയ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കാണുവാൻ സാധിക്കും. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് കരഞ്ഞുകൊണ്ട് നിങ്ങളെ ഉപദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അങ്ങനെ പൗലോസ് ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നവരാണ്. അവരെക്കുറിച്ച് വലിയ ഭാരമാണ് പൗലോസ്. അവർ സഭയെ നശിപ്പിക്കുമോ എന്നുള്ള ഭാരം, അവരുടെ സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള ഭാരം, അവർ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരുവാനുള്ള പൗലോസിന്റെ ആഗ്രഹം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെ പൗലോസ് ഫിലിപ്പി വിശ്വാസികളെ അവരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ക്രൂശിനെ ശത്രുക്കളായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഫിലിപ്പി വിശ്വാസികൾ മനസ്സിലാക്കിയും അവരിൽ നിന്ന് അകലുകയും ചെയ്യണം. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് പൗലോസ് കരയുന്നു? ഞാൻ ഉറപ്പിച്ചതുപോലെ അവരുടെ അവസാനം നാശം. എന്താണ് അവരുടെ നാശം? പൗലോസിനെ കുറിച്ച് പറയുന്നത്, അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അവർ നിത്യമായ നാശത്തിലേക്ക്, ഇല്ലായ്മയിലേക്കല്ല. ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് ഇല്ലാതെയാകില്ല. അവനവിടെ യാതന അനുഭവിക്കുക, അവനവിടെ വേദന അനുഭവിക്കുകയാണ്, അവൻ ഏകാന്തത അനുഭവിക്കുകയാണ്, അവൻ നിത്യകാലം നരകാഗ്നിയിൽ എരിയുകയാണ്. മനുഷ്യന്റെ ആത്മാവ് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ജീവൻ നശിക്കാത്ത ജീവനാണ്. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും നശിക്കാത്ത ജീവനെ നൽകിയിരിക്കും. രക്ഷിക്കപ്പെട്ടവർക്ക് ആ ജീവൻ നിത്യകാലം കർത്താവിനോട് ഒരുമിച്ച് എത്തിയതിലായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്തം നിത്യ നരകമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത് പൗലോസ് പറയാണ്, അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വയറിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ കൊടുക്കുകയാണ്, പാപത്തിന് ഇമ്പങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ദൈവം, അവരുടെ വിശപ്പ്, എല്ലാ നിലയിലുള്ള വിശപ്പ് അകറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഭക്ഷണപാനീയങ്ങളിലൂടെയും മറ്റ് സുഖ സൗകര്യങ്ങളിലൂടെയും. നാം ധനവാനെ കുറിച്ച് പറയുന്ന അവൻ ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ ദൈവം കർത്താവല്ല. അവർ ദൈവമാണെന്ന് കർത്താവ് പറയുന്നെങ്കിലും അവരുടെ ജീവിതം വെളിപ്പെടുത്തുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ആ എപ്പിക്കൂറിയൻ ഫിലോസഫിയാണ്. പ്ലഷർ ഈസ് ദ ചീഫ് എൻഡ് ഓഫ് ലൈഫ് എന്നാണ് എപ്പിക്കൂറിയസ് പറയുന്നത്. ആനന്ദിക്കുക, അല്ലെങ്കിൽ ലോകത്തിലെ ലൗകികമായ നൈമിഷിക സുഖങ്ങളാണ് ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അവർ ലജ്ജയായി മാനം തോന്നുന്നു. ലൗകികമായ ദൈവസന്നിധിയിൽ ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ അവരിന്ന് മാനിക്കുക. നാം ഈ നാളുകളിലൊക്കെ
അനേക കാര്യങ്ങൾ മനുഷ്യൻ ലജ്ജയായതിൽ മാനം തോന്നുന്നു കാണുന്നു. 1990-കളിൽ അമേരിക്കയിൽ ജനിക്കുന്ന 5 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് വിവാഹത്തിന് പുറത്ത്, വിവാഹ ബന്ധത്തിന് വെളിയിൽ ജനിച്ച കുഞ്ഞ് എന്ന് പറയുകയുണ്ടായി. അതിലാർക്കും ഒരു ലജ്ജയും തോന്നുന്നില്ല. വിവാഹബന്ധത്തിന് വെളിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിലൊന്നും ആർക്കും ലജ്ജയില്ല. ഇത്ര ദുഃഖകരമായ അവസ്ഥയാണ്. ഇന്നത് ഏറ്റവും വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവർ ഭൂമിയുള്ള ചിന്തിക്കുന്നു. അവരുടെ ചിന്ത ഈ നൈമിഷികമായ, ജഡികമായ, വെള്ളത്തിലെ കുമിള പോലെ മിന്നിമുടയുന്ന ജഡീയ സുഖങ്ങളാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നുവെന്ന് സ്വർഗീയമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നടപ്പ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.